എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്ത്. ബൈക്കിന് ടയർ മാറ്റേണ്ട സമയമാകുമ്പോൾ ടയർ കടയിൽ ചെന്ന് അവിടെ നമ്മുടെ ബൈക്ക് കിടക്കുന്ന സെയിം സൈസ് ടയർ ഇല്ലെങ്കിൽ സൈസിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് കടക്കാരൻ പറയുന്നത് കേട്ട് ടയർ ഇടാറുണ്ട് പലരും. വില അല്പം കുറയുന്നുള്ളതുകൊണ്ട് ഒറിജിനലിനേക്കാൾ അല്പം കൂടി ചെറിയ ടയർ ഇടാം എന്ന് തീരുമാനിക്കുന്നവരുമുണ്ട്. എത്ര ഇഞ്ച് ടയറാണ്, അത് നമ്മുടെ റിമ്മിൽ ഫിറ്റ് ആവുമോ എന്നത് മാത്രമാണ് പലരും നോക്കാറുള്ളത്. ചിലർക്ക് കുറച്ചുകൂടി വലിയ ടയർ, കുറച്ചുകൂടി വീതി കൂടിയ ടയർ ഇടണം എന്ന് തോന്നും. അപ്സൈസിങ്, വണ്ടിയുടെ ലുക്ക് ഒന്നുകൂടെ കൂട്ടാൻ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒറിജിനൽ ടയർ സൈസ് മാറ്റുമ്പോൾ വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിനെ അത് ബാധിക്കുന്നത് അത് ചെയ്തവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ബെറ്റർ ആവും, പലപ്പോഴും മോശവുമാവും. പിന്നെ സ്പീഡോമീറ്ററിലും എറർ വരും. സ്പീഡും ദൂരവും കൂടുതലോ കുറവോ കാണിക്കും. ഇതൊക്കെ പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത വിഷയങ്ങളാണ്. പക്ഷേ ABS ഉള്ള ബൈക്കുകളിൽ ഇതുപോലെ ഒറിജിനൽ സൈസ് മാറ്റി മറ്റൊന്നിട്ടാൽ വമ്പൻ പണിയാണ് നമുക്ക് കിട്ടുക. അത് കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. സൈസ് എത്രത്തോളം മാറി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ABS നമ്മളെ ബ്രേക്ക് പിടിക്കാൻ തന്നെ അനുവദിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ABS എറർ മോഡിലേക്ക് മാറി ഓഫായി നിൽക്കുകയോ ചെയ്യാം. അതല്ല, ചില ക്രിട്ടിക്കൽ സാഹചര്യങ്ങളിൽ മാത്രം പ്രശ്നം കാണിക്കുകയും ചെയ്യാം. എന്തായാലും അത്യാവശ്യ സമയത്ത് വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്താം എന്നൊരു കോൺഫിഡൻസ് നമുക്കില്ലാതാവും എന്നതാണ് വാസ്തവം. ABSനെ മാത്രമല്ല, പുതിയ വണ്ടികളിലുള്ള ട്രാക്ഷൻ കൺട്രോളിനെയും ഇത് ബാധിക്കും. അപ്പോൾ അതെന്തുകൊണ്ട് ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ഒന്നും ബാധിക്കാതെ ടയർ മാറ്റാൻ വഴിയുണ്ടോ എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ. തുടങ്ങാം. ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇത് എനിക്ക് സംഭവിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ആ കഥയിൽ നിന്ന് തുടങ്ങാം. എൻ്റെ GSന്റെ 2 ടയറുകളും മാറ്റേണ്ട സമയമായിരുന്നു. ഏതാണ്ട് 27,500 കിലോമീറ്റർ വരെ ഒറിജിനൽ ടയർ ലാസ്റ്റ് ചെയ്തു. മെറ്റ്സിലറിന്റെ ടൂറൻസ് ആണ് ബ്രാൻഡ്. ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ടയറുകളായതുകൊണ്ട് തന്നെ കുറച്ച് വില കൂടുതലാണ്. 40,000 രൂപയ്ക്ക് മുകളിലാവും രണ്ടും കൂടി. ഫ്രണ്ട് ടയർ 110 80 19 ഇഞ്ചും റിയർ 150 70 17 ഇഞ്ചുമാണ്. അങ്ങനെ ഞാൻ ലോക്കൽ ഓൾട്ടർനേറ്റീവ് അന്വേഷിച്ചു. GS ആയതുകൊണ്ട് സെമി ഓഫ് റോഡ് ടയർ വേണം. 2 ടയറുകളും സെമി ഓഫ് റോഡ് അല്ലെങ്കിൽ ടൂറിംഗ് ട്രെഡിൽ ഈ സെയിം സൈസിൽ ഇന്ത്യൻ കമ്പനികളുടെ ഓപ്ഷൻസ് വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ബാക്ക് ടയർ BMW 750 850 900 GSകൾക്കുള്ള ടയറാണ്. ഫ്രണ്ട് 750 GS, ബെനലി TRK 502X, ഹോണ്ട NX 500 തുടങ്ങിയവയ്ക്ക് ഇടുന്നത്. ഈ വണ്ടികളും 310 GS ഒന്നും അധികം ഇല്ലല്ലോ. റേസ് മോട്ടോയുടെ ടയറുകൾ നല്ലതാണെന്ന് പലരിൽ നിന്നും കേട്ടിട്ടുള്ളതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. വിലയും കുറവാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള 2 സൈസുകളും ഇല്ല. അങ്ങനെയാണ് സൈസ് മാറ്റാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഫ്രണ്ടിലെ 110 80 19 പകരം 100 90 19 ഇടാൻ തീരുമാനിച്ചു. KTM അഡ്വഞ്ചർ 250 390, ഹോണ്ട ഹൈനസ്, മിറ്റിയോർ 350, സ്ക്രാം 411 ഈ ബൈക്കിനൊക്കെ വരുന്ന സ്റ്റാൻഡേർഡ് സൈസാണ്. പിന്നിലത്തേത് 150 70 17 പകരം 150 60 17 ഇടാം എന്നും തീരുമാനിച്ചു. GS ഒഴിച്ചുള്ള 310 സീരീസിലെ എല്ലാ ബൈക്കുകൾക്കും R-നും RR-നും RTR-നും എല്ലാം ഇതാണ് സൈസ്. പിന്നെ ഡ്യൂക്കുകൾ, ഡോമിനാർ 400, ജിക്സർ 250 തുടങ്ങിയ വണ്ടികൾക്കും ഉള്ള ടയർ സൈസ് ഇതാണ്. അങ്ങനെ ഈ ടയർ ഉറപ്പിച്ചു. വെറുതെ ഉറപ്പിക്കുകയായിരുന്നില്ല, അത് ഇതിലെ ഒറിജിനൽ ടയർ സൈസിൽ നിന്ന് എത്രത്തോളം ഡിഫറൻ്റ് ആണ് എന്നതൊക്കെ കണക്കുകൂട്ടി വരും വരായികളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് 2 ടയറുകളും ഉറപ്പിച്ചത്. അതിലേക്ക് വരാം. രണ്ടും ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിയത്, റേസ് മോട്ടോയുടെ ഈ സൈറ്റിൽ നിന്ന്. രണ്ടും കൂടി 8,000 രൂപയിൽ താഴെ ആയിട്ടുള്ളൂ. BMW റെക്കമെൻഡ് ചെയ്യുന്ന ടയർ വാങ്ങാത്തത് കൊണ്ട് തന്നെ 32,000 രൂപയാണ് ലാഭിച്ചത്. ബാലൻസിങ് കൂടി ചെയ്യണം എന്നുള്ളതുകൊണ്ട് ടയർ ഇളക്കി കവടിയാറിലെ ഒരു കടയിൽ കൊടുത്ത് അതെല്ലാം ചെയ്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടിയിൽ ഫിറ്റ് ചെയ്തു. പക്ഷെ പുതിയ ടയറൊക്കെ ഇട്ട് ടെസ്റ്റ് റൈഡ് പോയപ്പോഴാണ് പണി ചെറുതായിട്ടൊന്ന് പാളി എന്ന് മനസ്സിലായത്. മിക്കപ്പോഴും ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ABS സിസ്റ്റം എന്നെ ആ ലിവർ പ്രസ് ചെയ്യാൻ പോലും അനുവദിക്കാതെ ആ ലിവറിനെ തിരികെ തള്ളിക്കൊണ്ട് നിൽക്കും, ഏതാണ്ട് ഒരു 2 സെക്കൻഡ് നേരം വരെ. അതിനുശേഷം ഒറ്റയടിക്ക് അതങ്ങ് മാറും, ബ്രേക്ക് ലിവർ പ്രസ് ആവും, ഫ്രണ്ട് ബ്രേക്ക് ഒറ്റയടിക്ക് പിടിക്കപ്പെടും. വെറുതെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ 2 സെക്കൻഡല്ലേ ഉള്ളൂ, അതിനെന്താ എന്ന് തോന്നും. പക്ഷെ റോഡിൽ ഒരു എമർജൻസി ബ്രേക്കിംഗ് ചെയ്യുമ്പോഴത്തെ കാര്യമാണ്. ഒരു നോർമൽ ബ്രേക്കിംഗിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നിന്ന് ജീവൻ വരെ പോകുന്ന ആക്സിഡന്റിലേക്ക് എത്താൻ 2 സെക്കൻഡിന്റെ ലേറ്റ് ബ്രേക്കിംഗ് മതി. പ്രത്യേകിച്ച് 310 പോലൊരു ബൈക്കിൽ അത്ര പതിയൊന്നുമല്ലല്ലോ പോണത്. ചെറിയ ബ്രേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ പോലും ABS ഇടപെടുന്നു. ലിവർ താഴാതെ നിൽക്കുകയാണ്, നമുക്ക് വണ്ടി സ്ലോ ആക്കുകയും വേണം. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ അറിയാതെ തന്നെ ബ്രേക്ക് ലിവർ കൂടുതൽ പ്രസ് ചെയ്യും. ഒടുവിൽ ABS പിന്മാറുമ്പോൾ ബ്രേക്ക് ലിവർ ഒറ്റയടിക്ക് ഫുൾ പ്രഷറിൽ അപ്ലൈ ആവും. വണ്ടി മുൻവശം കുത്തി നിൽക്കാൻ പോകും. കണ്ടു നിൽക്കുന്നവർ ഇവൻ ഇത് എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത് എന്ന രീതിയിൽ നോക്കുകയും ചെയ്യും. ഇത് പക്ഷേ എപ്പോഴും ഇല്ല. മാത്രമല്ല ബാക്കിലെ ബ്രേക്കിന് ഒരു പ്രശ്നമില്ല. പക്ഷേ റിയർ ബ്രേക്ക് കൊണ്ട് വണ്ടി ആവശ്യത്തിന് സ്ലോ ആക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ വണ്ടി കൂടുതൽ ഓടിച്ച് ഞാൻ ഇതിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ മനസ്സിലായത് ത്രോട്ടിൽ വിട്ട ഉടനെ ബ്രേക്ക് പിടിക്കുമ്പോഴാണ് ഇതുണ്ടാവുന്നത്. ആക്സിലേറ്റർ വിട്ട് എഞ്ചിൻ ബ്രേക്കിംഗ് വീലിൽ കിട്ടി തുടങ്ങിയ ശേഷമാണ് ഈ ബ്രേക്ക് പിടിക്കുന്നതെങ്കിൽ എങ്ങനെ പിടിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ലിപ്പ് ചെയ്യാൻ തന്നെ ശ്രമിച്ച് ബ്രേക്ക് ചെയ്തപ്പോൾ നോർമൽ ആയിട്ടുള്ള ABSന്റെ പ്രവർത്തനം വരികയും ചെയ്തു. അല്ലാതെ ആദ്യമേ കയറിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ല. ടയർ സൈസ് മാറ്റിയത് കൊണ്ട് മാത്രമാണെങ്കിൽ എപ്പോഴും ഉണ്ടാവണ്ടേ എന്നതായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷേ അധികം താമസിയാതെ എനിക്ക് കാര്യം മനസ്സിലായി. അത് പറയാം. റോഡിലെ ടയറിന്റെ ഗ്രിപ്പും ആ ടയറിലുള്ള വെയിറ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട് എന്നറിയാലോ. അതായത് വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ ഗ്രിപ്പ് കൂടും,
വെയിറ്റ് കുറയും തോറും ഗ്രിപ്പ് കുറയും. ചെറിയ ബ്രേക്ക് പ്രഷറിൽ തന്നെ സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടും. നോർമലി ബൈക്കിന്റെ വെയിറ്റ് കൂടുതലും വരുന്നത് ബാക്ക് ടയറിലാണ്. ഫ്രണ്ട് ടയറിൽ താരതമ്യേന കുറവാണ്. അതിന്റെ കൂടെ റൈഡറുടെ ഇരിപ്പ് ബാക്ക് ടയറിന്റെ മുകളിലുമാണ്. പില്ലിയൻ കൂടി കയറിയ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ഇതിന്റെ കൂടെ ബൈക്ക് ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുക കൂടി ചെയ്യുമ്പോൾ ഫ്രണ്ട് ടയറിൽ വീണ്ടും വെയിറ്റ് കുറയും. ഫ്രണ്ടിലെ കുറച്ച് വെയിറ്റ് കൂടി ബാക്ക് ടയറിലേക്ക് പോകും. ത്രോട്ടിൽ വിടുമ്പോൾ മുതൽ കുറേശ്ശെ ഫ്രണ്ടിൽ വെയിറ്റ് കൂടി തുടങ്ങും. ഏതാണ്ട് 1-2 സെക്കൻഡ് കൊണ്ട് എഞ്ചിന്റെ പിടുത്തം, എഞ്ചിൻ ബ്രേക്കിംഗ് അത് പൂർണ്ണമായിട്ടും ബാക്ക് വീലിൽ വന്നു കഴിയുമ്പോൾ വണ്ടിക്ക് പിന്നിലേക്കുള്ള ഒരു പിടുത്തം വരുമ്പോൾ ഫ്രണ്ട് ടയറിൽ വെയിറ്റ് കൂടുതൽ വരും. പകുതി വെയിറ്റ് ഇങ്ങെത്തിയില്ലെങ്കിലും കുറച്ച് കൂടുതൽ വെയിറ്റ് വരും. ഇങ്ങനെ ഫ്രണ്ട് ടയറിലേക്ക് വെയിറ്റ് എത്തുന്നതിന് മുമ്പ് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ സ്ലിപ്പ് ചെയ്യുമെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡർമാർക്ക് അറിയാം. ABS ഇല്ലാത്ത വണ്ടികളിൽ എമർജൻസി സിറ്റുവേഷൻസിൽ ത്രോട്ടിൽ വിട്ടതിന്റെ തൊട്ട് പിന്നാലെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് ഫ്രണ്ട് വീല് ജാമായി സ്ലിപ്പായി വീണുള്ള അപകടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ABS ഇല്ലാത്ത വണ്ടികളിൽ അത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ഇതിനിടയിൽ പറഞ്ഞേക്കാം. റിയർ ബ്രേക്ക് ആദ്യം പിടിക്കുക എന്നതാണ് ഒരു എമർജൻസി ബ്രേക്കിംഗിൽ മാത്രമല്ല എപ്പോഴും ആദ്യം ചെയ്യേണ്ടത്. അതോടൊപ്പം ഫ്രണ്ട് ബ്രേക്ക് ചെറുതായിട്ട് പിടിച്ചു തുടങ്ങുക. 1 സെക്കൻഡിനുള്ളിൽ ഫ്രണ്ടിലേക്ക് വെയിറ്റ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ ബോഡി വെയിറ്റ് വരും. ഫ്രണ്ട് സസ്പെൻഷൻ താണു തുടങ്ങും. അതിന്റെ കൂടെ ഫ്രണ്ട് ബ്രേക്കിന്റെ പ്രഷർ കൂട്ടണം. ഒപ്പം റിയർ ബ്രേക്കിന്റെ പ്രഷർ ചെറുതായിട്ട് റിലീസ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ അത് ലോക്കായിട്ട് സ്ലിപ്പാവും. കാരണം വെയിറ്റ് മുന്നിലേക്ക് വരികയാണ്. ഇനി ഇവിടുത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള ബ്രേക്കിംഗിൽ ഫ്രണ്ട് ടയർ ലോക്കായി സ്ലിപ്പാവുന്നത് ഒഴിവാക്കാൻ വേണ്ടി വെയിറ്റ് ഷിഫ്റ്റിംഗ് ഫ്രണ്ടിലേക്ക് വരുന്നവരെ അല്ലെങ്കിൽ എഞ്ചിൻ ബ്രേക്കിംഗ് വരുന്നവരെ ഫ്രണ്ട് വീലിലെ ചെറിയ സ്ലിപ്പ് പോലും ABS സഹിക്കില്ല. ഉടനെ കയറി ഇടപെട്ട് അതിനെ തടയാൻ ശ്രമിക്കും. ഈ ഒരു സേഫ്റ്റി ഫീച്ചറാണ് എനിക്ക് പണി തന്നത്. പക്ഷേ ഇവിടെ സ്ലിപ്പ് ചെയ്യാതെ തന്നെ ABS ഇടപെടുന്നു എന്നതാണ് പ്രശ്നം. ABSന് ഭ്രാന്തായി. വെറുതെ ആയതല്ല, ടയർ സൈസ് മാറ്റിയിട്ടതാണ് ABSനെ ഇങ്ങനെ ആക്കിയത്. ടയർ സൈസ് മാറ്റുമ്പോൾ ABSന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ABS എങ്ങനെയാണ് വീലിന്റെ സ്ലിപ്പ് അറിയുന്നതെന്നും ടയർ സൈസ് മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും മനസ്സിലാക്കണം. ABSനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മിക്കവർക്കും ABSന്റെ വർക്കിങ്ങിന്റെ ബേസിക്സ് അറിയാമായിരിക്കും. എന്നാലും ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ നടത്താം. ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന ABS കൊണ്ട് നേടാൻ ശ്രമിക്കുന്നത്. വീലുകൾ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് തുടർച്ചയായിട്ട് കറങ്ങിക്കൊണ്ടിരുന്നാൽ മാത്രമേ ബൈക്കായാലും കാറായാലും അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂ എന്നതാണ് ഇതിന്റെ ഒരു ബേസ്. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വീലുകൾ റോഡിൽ സ്ലിപ്പ് ചെയ്യാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുണ്ട് പ്രശ്നങ്ങൾ. വാഹനത്തിനെ സ്റ്റിയർ ചെയ്യാൻ, അതായത് നിയന്ത്രിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് അതിന്റെ ഇഷ്ടത്തിന് പോകും. രണ്ടാമത്തേത്, ടയർ സ്ലിപ്പായി തുടങ്ങിയ പിന്നെ ടയറും റോഡും തമ്മിലുള്ള ഘർഷണം, ഫ്രിക്ഷൻ അത് പെട്ടെന്ന് കുറയുകയാണ്. പിന്നെ വണ്ടി നിൽക്കാൻ വളരെ കൂടുതൽ സ്ഥലം വേണം. 2 വീലുകളിലുള്ള വീൽ സ്പീഡ് സെൻസറുകളാണ് ABSന്റെ പ്രധാന ഇന്ദ്രിയങ്ങൾ. ഇതിലൂടെയാണ് വാഹനത്തിന്റെ വേഗതയും ഓരോ വീലുകളുടെ വേഗതയും ABS സിസ്റ്റം അറിയുന്നത്. അതിൽ നിന്നുമാണ് ഏതെങ്കിലും വീലുകൾ സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. 2 വീലുകളുടെയും കറക്കത്തിന്റെ വേഗതയാണ് സെൻസറിൽ നിന്ന് കിട്ടുന്നത്. എത്ര വേഗത്തിൽ കറങ്ങുമ്പോൾ വാഹനത്തിന്റെ വേഗത എത്രയായിരിക്കും എന്ന ഡാറ്റ ABS യൂണിറ്റിന്റെ ECUലുള്ള സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ABS യൂണിറ്റ് അത് മനസ്സിലാക്കുന്നുണ്ട്. ബൈക്കിന്റെ ഫ്രണ്ടും ബാക്കും ടയറുകൾ 2 സൈസ് ആയതുകൊണ്ട് രണ്ടും 2 സ്പീഡിലാണ് കറങ്ങുന്നത്. പക്ഷേ ആ വ്യത്യാസം ABS സിസ്റ്റത്തിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വീൽ സെൻസറിൽ നിന്നുള്ള വേഗത പരിഗണിച്ച് വാഹനത്തിന്റെ വേഗത ABS യൂണിറ്റ് കണ്ടെത്തും. ഇപ്പോൾ ഒത്തിരി ബൈക്കുകളുടെ സ്പീഡോമീറ്ററിലേക്ക് കൊടുക്കുന്നതും ഈ ഡാറ്റയാണ്. 2 ടയറുകളിൽ ഒന്ന് സിസ്റ്റത്തിൽ ഫീഡ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റേതിനേക്കാൾ കുറഞ്ഞ വേഗതയിൽ കറങ്ങുന്നു അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡിനേക്കാൾ കുറഞ്ഞ സ്പീഡിൽ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വീല് സ്ലിപ്പ് ചെയ്യുകയാണ് എന്നത് ABS സിസ്റ്റം തിരിച്ചറിയുന്നത്. ചെറിയ സ്ലിപ്പിൽ പക്ഷേ ABS ഇടപെടില്ല. ചെറുതെന്ന് പറഞ്ഞാൽ 10% താഴെയുള്ള സ്ലിപ്പിംഗ്, അതായത് വണ്ടിയുടെ വേഗത്തേക്കാൾ 10% മേൽ കുറവ് വേഗതയിലാണ് വീൽ കറങ്ങുന്നത് എന്ന് കണ്ടാൽ മാത്രമേ ABS ഇടപെടൂ. അതിനൊരു കാരണമുണ്ട്. ചെറിയ തോതിലൊരു സ്ലിപ്പ് നടക്കുമ്പോഴാണ് ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ മാക്സിമം ആവുന്നത്. അത് 10% മുതൽ 30% വരെയാണ്. ടയർ സ്ലിപ്പിംഗ് അഥവാ ടയറും വാഹനവും തമ്മിലുള്ള സ്പീഡ് വ്യത്യാസം 10% കുറഞ്ഞാലും 30% കൂടിയാലും ബ്രേക്കിങ്ങിന്റെ എഫിഷ്യൻസി കുറയും. ബ്രേക്ക് ചെയ്ത് നിർത്താൻ കൂടുതൽ സ്ഥലം വേണം, അല്ലെങ്കിൽ വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ കൂടുതൽ സമയം വേണം എന്നർത്ഥം. അപ്പോൾ ശരിക്കും ABSന്റെ ലക്ഷ്യം ഈ ഒരു സ്ലിപ്പിംഗ് സോണിൽ ടയറിന്റെ സ്ലിപ്പിനെ നിർത്തുക എന്നതാണ്. അതുകൊണ്ട് 10%-നും 20%-നും ഇടയിൽ സ്ലിപ്പ് എത്തുമ്പോൾ ABS ഇടപെടും. നമ്മുടെ കൈകൊണ്ടോ കാലുകൊണ്ടോ ഉള്ള ബ്രേക്ക് ഫോഴ്സ് കൊടുക്കലിനെ ABS യൂണിറ്റിനുള്ള ഒരു വാൽവ് കൊണ്ട് തടഞ്ഞ് സ്ലിപ്പ് ചെയ്യുന്ന വീലിലേക്കുള്ള ബ്രേക്ക് ഫ്ലൂയിഡിന്റെ പ്രഷർ അവിടെ തന്നെ നിലനിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യും. 20%മാണ് ഐഡിയൽ സ്ലിപ്പായി കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിന് ഏറ്റവും അടുത്ത് നിർത്താൻ കഴിയുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയായാലും 10%-നും 30%-നും ഇടയിൽ നിൽക്കും. വണ്ടിയുടെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് വീലുകളുടെ സ്പീഡ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ബ്രേക്ക് ഫോഴ്സും സ്ലിപ്പും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ സമയം അത്രയും ലിവറിൽ ഫുൾ പവർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെയാണ് ABS വീല് സ്ലിപ്പ് ചെയ്യുന്നതായി നമ്മൾ അറിയാതെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതെ ഏറ്റവും ചുരുങ്ങിയ ദൂരത്തിൽ സമയത്തിൽ വണ്ടിയെ നിർത്തുന്നത് അല്ലെങ്കിൽ സ്ലോ ആക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻസിൽ ടയർ സൈസ് മാറ്റുന്നത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നിനി നോക്കാം. ഇവിടെ ഞാൻ ചെയ്ത സൈസ് ചേഞ്ച് വെച്ച് തന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്രണ്ട് ടയർ 110/80/19 പകരം 100/90/19 ഇട്ടു.
ഇവിടെ ഈ നമ്പറുകൾ വെച്ച് ടയറിന്റെ സൈസിന് എന്ത് വ്യത്യാസമാണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ ആദ്യം മനസ്സിലാക്കണം. ഇതിൽ 110 എന്നുള്ളത് ടയറിന്റെ വീതിയാണ്, ത്രെഡ് ഭാഗത്തെ. അത് MM-ലാണ് 110 mm. ഈ 80 ടയറിന്റെ റിമ്മിൽ നിന്നുള്ള ഹൈറ്റ് ആണ്. ആസ്പെക്ട് റേഷ്യോ എന്നും പ്രൊഫൈൽ എന്നും പറയും. അത് അല്ല, പെർസെൻറ്റേജിലാണ്. 80%. വീതിയുടെ 80%, 110ന്റെ 80%. അപ്പോൾ 88 mm ആണ് ഇവിടുത്തെ ഉയരം. ഈ ഉയരം എന്ന് പറയുന്നത് ടയറിന്റെ ഈ സൈഡ് വാൾ ഹൈറ്റ് എന്നാണ് പറയുന്നതെങ്കിലും ത്രെഡിന്റെ മുകൾ വശം വരെയാണ്. കാർ ടയർ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഈ പറയുന്ന അളവ് സൈഡിൽ നോക്കിയാൽ കാണാം. പക്ഷെ ബൈക്ക് ടയർ ആവുമ്പോൾ ഇങ്ങനെ സർക്കുലർ ആയിരിക്കുന്നതുകൊണ്ട് സൈഡിൽ നോക്കുമ്പോൾ ഈ പറയുന്ന അളവൊന്നും കാണുകയില്ല. അപ്പോൾ 110 mm വീതി, 88 mm പ്രൊഫൈൽ ഹൈറ്റ്. ഇനി ഒരു 19 ഉള്ളത് റിം ഡയമീറ്റർ ആണ്. ടയറിന്റെ അകത്തെ ഡയമീറ്റർ അത് ഇഞ്ചിലാണ്, 19 ഇഞ്ച്. ഇപ്പോൾ ഈ ടയറിന്റെ സൈസ് എല്ലാം കിട്ടിയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും പോരാ. ഈ ടയറിന്റെ ചുറ്റളവാണ് ഇവിടെ അറിയേണ്ടത്. അതായത് റോഡിൽ മുട്ടുന്ന ഏറ്റവും പുറത്തെ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് ഒരു ടേപ്പ് വെച്ച് അളന്നാൽ എത്ര നീളം വരും എന്നത്. അത് വെച്ചിട്ടാണ് ഈ ടയർ ഒരു നിശ്ചിത ദൂരം ഓടുമ്പോൾ എത്ര തവണ കറങ്ങും എന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്പീഡിൽ വണ്ടി ഓടുമ്പോൾ ഇത് എത്ര സ്പീഡിൽ കറങ്ങും എന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ABS യൂണിറ്റിന് മനസ്സിലാവുന്ന ഭാഷ. ഡയമീറ്റർ ഗുണം പൈ ആണ് ചുറ്റളവ്, സർക്കംഫറൻസ്. അപ്പോൾ ഈ 3 അളവുകളും വെച്ച് ടയറിന്റെ ടോട്ടൽ ഡയമീറ്റർ കണ്ടെത്താം. ആദ്യം ഇഞ്ചിനെയും കൂടി mm ആക്കണം. 19 ഗുണം 25.4, 482.6 mm. പ്രൊഫൈൽ ഹൈറ്റ് 88 mm ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തി. അപ്പോൾ 482.6 പ്ലസ് 88 പ്ലസ് 88, 658.6. അതാണ് ഈ ടയറിന്റെ ഡയമീറ്റർ. അത് ഗുണം പൈ, 2068 mm. ഇതാണ് ചുറ്റളവ്. അതായത് ഈ ടയർ ഒന്ന് ഉരുട്ടിയാൽ ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇത് 2068 mm ഉരുണ്ടിരിക്കും എന്നർത്ഥം. ഇക്കാര്യം ABS യൂണിറ്റിന്റെ ഈസിനുള്ളിലെ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ മാറ്റിയിട്ട ടയറിന്റെ ഈ സർക്കംഫറൻസ് എത്ര ഡിഫറൻസ് വന്നു എന്ന് നോക്കാം. 100ന്റെ 90% 90 തന്നെയാണ്. പ്രൊഫൈൽ 2 mm കൂടുതൽ. അപ്പോൾ 482.6 പ്ലസ് 90 പ്ലസ് 90, 662.6 mm. ടോട്ടൽ 4 mm ഉയര കൂടുതലുണ്ട്. സർക്കംഫറൻസ് നോക്കുമ്പോൾ 2080.5 mm. രണ്ടും തമ്മിൽ 12.5 mm വ്യത്യാസമുണ്ട്. ഇനി ബാക്ക് ടയർ നോക്കിയാൽ 150, 70, 17ന്റെ ആസ്പെക്ട് റേഷ്യോ 150ന്റെ 70%, 105, 17 ഇഞ്ച് mm-ലാക്കുമ്പോൾ 431.8. അപ്പോൾ ഡയമീറ്റർ 431.8 പ്ലസ് 105 പ്ലസ് 105, 641.8. സർക്കംഫറൻസ് 2015. മാറ്റിയിട്ട ടയർ 150, 60, 17, ആസ്പെക്ട് റേഷ്യോ 150ന്റെ 60%, 90 mm. ഇവിടെ തന്നെ വലിയ വ്യത്യാസമാണ്. ഒറിജിനൽ സൈസിനേക്കാൾ 15 mm കുറവാണ്. അപ്പോൾ ഡയമീറ്ററിൽ 30 mm കുറവ് വരും, 611.8 mm. സർക്കംഫറൻസ് 1921. വലിയ വ്യത്യാസമാണ് രണ്ട് ടയറുകളുടെയും സർക്കംഫറൻസിലുള്ളത്, 94.2 mm. ഇത് എന്തുമാത്രം സ്പീഡ് ഡിഫറൻസ് ഉണ്ടാക്കും എന്നറിഞ്ഞാലേ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവൂ. ഈ പറഞ്ഞ കണക്കുകൾ വളരെ ബേസിക് ആണെങ്കിലും പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം. അതുകൊണ്ട് ടയർ സൈസ് കൊടുത്താൽ ഇക്കാര്യങ്ങളെല്ലാം റെഡിമെയ്ഡായിട്ട് തരുന്ന ഒരു വെബ്സൈറ്റിലേക്ക് പോകാം. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിലിങ്ങനെ ടയർ സൈസുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ടയറിന്റെയും സർക്കംഫറൻസ് തരും. മാത്രമല്ല 2 ടയറുകളുടെ വ്യത്യാസങ്ങളും വ്യക്തമായിട്ട് അറിയാം. കൂടെ ഈ ടയറുകൾ ഇടുമ്പോൾ വണ്ടിക്കുണ്ടാകാൻ പോകുന്ന സ്പീഡ് ഡിഫറൻസും അറിയാം. ഈ ഒറിജിനൽ ടയർ ഇട്ട് 100 km സ്പീഡിൽ ഓടിയിരുന്ന സമയത്തെ ആ സെയിം എഞ്ചിൻ RPM-ൽ ഈ 60 പ്രൊഫൈൽ ടയർ ഇട്ട് ഓടുമ്പോൾ 95.3 km/h എത്തും. അതായത് ഈ ടയറിൽ 100 km സ്പീഡിൽ ഓടാൻ കൂടുതൽ എഞ്ചിൻ RPM വേണ്ടി വരും. 100 എന്നല്ല, ഏത് സ്പീഡിലും RPM കൂടി നിൽക്കും ഈ സർക്കംഫറൻസ് കുറഞ്ഞ ചെറിയ ടയറിൽ. ഇത് എഞ്ചിന് സ്ട്രെയിൻ കൂട്ടും, ടോപ്പ് സ്പീഡ് കുറയ്ക്കും, മൈലേജ് കുറയ്ക്കും. പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ഈ ടയർ വാങ്ങാൻ ഞാൻ തീരുമാനിച്ചത്. ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റിയിട്ട് റിഡക്ഷൻ കൂട്ടി വീലിലേക്ക് എത്തുന്ന ടോർക്ക് കൂട്ടുന്ന ഒരു കാര്യം അറിയാമല്ലോ. അറിയാത്തവർ ഈ വീഡിയോ കണ്ടാൽ മതി, ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതേ എഫക്റ്റ് തന്നെയാണ് പിന്നിൽ സ്റ്റാൻഡേർഡ് ടയറിനേക്കാൾ ഉയരം കുറഞ്ഞ ചെറിയ ടയർ അഥവാ ചുറ്റളവ് കുറഞ്ഞ ടയർ ഇട്ടാലും. ടോർക്കും ആക്സിലറേഷനും കൂടും. ശരിക്കും അക്കാര്യത്തിൽ ഈ പുതിയ ടയർ കിടിലമായിരുന്നു. വണ്ടിക്ക് പവർ കുറച്ചുകൂടി കൂടുതൽ ഫീൽ ചെയ്തു തുടങ്ങി. ആക്സിലറേഷൻ ഫാസ്റ്ററായി. എല്ലാ ഗിയറിലും ടോർക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥ. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ ABS അനുവദിക്കുന്നില്ല. പിടിച്ച് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ബ്രേക്ക് അപ്ലൈ ആവും. പല വണ്ടികളുടെയും പിന്നിലിടിക്കാതിരിക്കാൻ വെട്ടിച്ച് വളച്ചൊഴിച്ചെടുക്കേണ്ടി വന്നു. ഒരു ലോറിയുടെ പിന്നിലിടിക്കേണ്ടതുമായിരുന്നു. അല്പം കളറി മുറകളൊക്കെ പയറ്റിയാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഫ്രണ്ട് ടയറിൽ ഒറിജിനൽ ടയർ സൈസിന്റെ ചുറ്റളവായ 2068 mm പകരം പുതിയ ടയർ ഇട്ടപ്പോൾ ചുറ്റളവ് 2080.5 ആയി. 12.5 mm കൂടി. ഇത് ശതമാനത്തിൽ നോക്കിയാൽ 0.6% വർധനവുണ്ടായി. ബാക്ക് ടയറിൽ ഒറിജിനൽ ടയറിന്റെ 2015 നിന്ന് 1921 ആയിട്ട് കുറഞ്ഞു. വിഡ്ത്തൊന്നും കുറയ്ക്കാതെ ആസ്പെക്ട് റേഷ്യോ മാത്രം മാറിയപ്പോഴാണ്, അതും തൊട്ടടുത്ത നമ്പറിലേക്ക് മാറിയപ്പോൾ. 94 mm ഡിഫറൻസ്. പെർസെൻറ്റേജ് നോക്കുമ്പോൾ 4.78% കുറവ്. ഫ്രണ്ടിൽ വളരെ ചെറിയൊരു വർധനവും ബാക്കിൽ സാമാന്യം വലിയൊരു കുറവും.
പക്ഷേ ABS യൂണിറ്റ് ഈ ടയർ മാറ്റിയതൊന്നും അറിയുന്നില്ല, ഈ വ്യത്യാസവും അറിയുന്നില്ല. അതിനെ സോഫ്റ്റ്വെയറിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത് ഒറിജിനൽ ടയറിന്റെ അളവുകളാണ്. അത് പുതിയ ടയറിന് ശേഷം വരുന്ന സ്പീഡ് സെൻസർ വാല്യൂവിലെ വ്യത്യാസമായിട്ട് കണക്കാക്കുന്നില്ല. ഫ്രണ്ട് ടയറിന്റെ സർക്കംഫറൻസ് 0.6% ആയി കൂടുകയും ബാക്കിലേത് 4.8% ആയി കുറയുകയും ചെയ്തതുകൊണ്ട് ഈ ടയറുകൾ തമ്മിലുള്ള റൊട്ടേഷനിൽ 5.4% ഡിഫറൻസ് വന്നു. ABSനെ പഠിപ്പിച്ചിരിക്കുന്ന രീതി വെച്ച് മോട്ടോർ സൈക്കിളിലെ 2 ടയറുകളിൽ ഏറ്റവും സ്പീഡ് കറങ്ങുന്ന ടയറിന്റെ സ്പീഡിനെ വെച്ച് ബൈക്കിന്റെ സ്പീഡ് കണക്കാക്കണം എന്നാണ്. അപ്പോൾ ABS ബാക്ക് ടയറിനെ നോർമലായി റൺ ചെയ്യുന്ന വീലായി കണക്കാക്കി സ്പീഡ് കണക്കാക്കും. എന്നിട്ട് 5.4% സ്ലോയിൽ കറങ്ങുന്ന ഫ്രണ്ട് ടയർ അത്രയും ശതമാനം സ്ലിപ്പ് ചെയ്യുകയാണെന്നും കണക്കാക്കും. ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ഏതാണ്ട് മനസ്സിലായി കാണും. പിന്നിലെ ടയർ ചെറുതായപ്പോൾ മുന്നിലെ ടയർ സ്ഥിരമായിട്ട് സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മണ്ടനായ ABS മനസ്സിലാക്കുന്നത്. ഇത് കാരണമാണ് ത്രോട്ടിൽ വിട്ട ഉടനെ ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്കിനെ അപ്ലൈ ചെയ്യാൻ അനുവദിക്കാത്തത്. കാരണം അത് ഓൾറെഡി സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ ഈ മണ്ടൻ ചിന്തിക്കുന്നത്. എന്നിട്ട് സ്ലിപ്പ് ചെയ്ത് വീഴാൻ പോകുന്ന ബൈക്കിനെ സേവ് ചെയ്യാനാണ് ABS ശ്രമിക്കുന്നത്. പക്ഷെ 2 സെക്കൻഡ് കഴിഞ്ഞ് അത് വിടാനുള്ള കാരണം വെയിറ്റ് ഷിഫ്റ്റിംഗ് മുന്നിലെ ടയറിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന ചിന്തയിലാവാം. അങ്ങനെയാണല്ലോ അതിന്റെ സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 10% കൂടുതൽ സ്ലിപ്പ് ഉണ്ടായാലേ ABS വീണ്ടും ഇടപെടും. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ ABS യൂണിറ്റിന്റെ 10% എന്നത് റിയൽ 10% അല്ല. ഓൾറെഡി 5.4% സ്ലിപ്പ് ഉണ്ടെന്നാണ് അതിന്റെ വിചാരം. അപ്പോൾ അടുത്തൊരു 5% കൂടെ സ്ലിപ്പ് ആകുമ്പോൾ ഇടപെടുന്നുണ്ട്. വലിയ ബ്രേക്കിംഗിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ABSന്റെ പതപ്പ് ഫ്രണ്ട് ബ്രേക്ക് ലിവറിലുണ്ട്. ഇത് ഏറ്റവും അനുയോജ്യമായ സ്ലിപ്പ് പെർസെന്റേജ് എത്തുന്നതിൽ നിന്നും ടയറിനെ തടയുകയും അതിലൂടെ ഏറ്റവും മികച്ച ഗ്രിപ്പ് ഉണ്ടാക്കാൻ അതിന് കഴിയാതെയും വരും. അതിന്റെ ഫലമായിട്ട് ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും. ശരിക്കും നിൽക്കേണ്ടതിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ ദൂരം എടുത്തേ വണ്ടി നിൽക്കും, അല്ലെങ്കിൽ സ്ലോ ആവും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ ഇത് ധാരാളം. അപ്പോൾ എല്ലാ പ്രശ്നത്തിനും കാരണക്കാരനായ റിയർ ടയറിന്റെ കാര്യം അവിടെ എല്ലാം നോർമൽ ആണെന്നല്ലേ ABS കരുതുന്നത്. അതുകൊണ്ട് റിയർ ടയറിൽ ശരിക്കുള്ള 10% മുകളിൽ സ്ലിപ്പ് വരുമ്പോഴേ ABS ഇടപെടും. സിംഗിൾ ചാനൽ ABS, അതായത് ഫ്രണ്ട് ABS മാത്രമുള്ള ബൈക്കിലും പലതിലും പിന്നിൽ സ്പീഡ് സെൻസർ ഉണ്ട്. അതിനും ഇത് തന്നെയാണ് അവസ്ഥ. ബാക്കിലെ ബ്രേക്കിനെ ഇത് ബാധിക്കില്ല എന്നേ ഉള്ളൂ. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ടയറിനേക്കാൾ ചെറിയ ടയർ പിന്നിലിട്ടപ്പോൾ ഉള്ള കാര്യമാണ്. പിന്നിൽ സ്റ്റാൻഡേർഡിനേക്കാൾ വലുതിട്ടാലോ ഇത് നേരെ തിരിച്ചാവും. പിന്നിലെ ടയർ മുന്നിലേതിനെ അപേക്ഷിച്ച് സ്ലോയിൽ കറങ്ങുന്നതായാണ് ABS മനസ്സിലാക്കുക. അതുകൊണ്ട് ഫ്രണ്ട് ടയറിനെ റെഫറൻസ് സ്പീഡായി എടുക്കും. അതായത് സ്പീഡിൽ കറങ്ങുന്ന ഫ്രണ്ട് ടയറിന്റെ സ്പീഡാണ് വെഹിക്കിൾ സ്പീഡ് എന്ന് കണക്കാക്കും. എന്നിട്ട് ബാക്ക് വീല് സ്ഥിരമായിട്ട് സ്ലിപ്പ് ചെയ്യുകയാണെന്ന് ചിന്തിക്കും. ആവശ്യമുള്ളതിനേക്കാൾ നേരത്തെ റിയർ ബ്രേക്കിൽ ABS ഇടപെടും. പക്ഷെ മുന്നിലെ ബ്രേക്കിൽ ഇടപെടുന്നതിനേക്കാൾ ഭേദമാണിത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്നറിയണ്ടേ? എന്തായാലും സിസ്റ്റം കാര്യമായിട്ട് എടുക്കാത്ത ചെറിയൊരു ശതമാനം ടയർ ചുറ്റളവിന്റെ ഡിഫറൻസ് ഉണ്ടാവും. കാരണം പുതിയ ടയറിന്റെയാണ് ഈ പറയുന്ന കണക്കുകൾ. അത് തേഞ്ഞ് ത്രെഡ് തീരുമ്പോൾ ടയർ ചെറുതാവും, സർക്കംഫറൻസ് കുറയും അല്ലേ? ത്രെഡ് തീരുമ്പോൾ പ്രൊഫൈൽ ഹൈറ്റ് ഒരു 5 mm എങ്കിലും കുറയും. ഇപ്പോൾ ഈ ഒറിജിനൽ ടയറിന്റെ ഉദാഹരണം എടുത്താൽ തന്നെ 105 എന്നത് 100 ആയിട്ട് കുറയും. ഇപ്പോൾ 2 ഭാഗത്തും കൂടി ടോട്ടൽ 10 mm ഡയമീറ്റർ ഇത് കുറയും, 631.8 ആവും. എങ്കിൽ സർക്കംഫറൻസ് 1983.8 mm ആവും. 31.2ന്റെ ഡിഫറൻസ്, 1.56% ഡിഫറൻസ്. ഇത്രയും വ്യത്യാസം വരും ഒരു പുതിയ ടയർ തേഞ്ഞു തീരുമ്പോൾ. ഒരു 2-3% വരെയുള്ള ഡിഫറൻസ് ABS മൈൻഡ് ചെയ്യില്ലായിരിക്കും എന്ന് ഊഹിക്കാനേ പറ്റൂ. ഇന്റർനെറ്റിലെങ്ങും ഒരു കൃത്യം ഉത്തരമില്ല. ബോഷിൽ പരിചയമുള്ളവരുമില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ്സിൽ അറിയിക്കണം. അതെന്തായാലും ഡിഫറൻസ് ഇതിനടുത്ത് നിൽക്കുന്ന ടയറിലേക്ക് മാറാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ കണക്കുകൂട്ടി അവൈലബിൾ ടയറൊക്കെ നോക്കിയപ്പോൾ 140/70 ആണ് ഒറിജിനലിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചോയ്സ് എന്ന് മനസ്സിലായി. പ്രൊഫൈൽ ഹൈറ്റ് 100 ആവില്ല, പക്ഷെ 98 ആവും. ഡയമീറ്റർ 627.8 സർക്കംഫറൻസ് 1971. ഡിഫറൻസ് 2.2%. ഫ്രണ്ട് ടയറിന്റെ 0.6 കൂടി ചേർത്ത് 2.8%. വീണ്ടും റിസ്ക് എടുക്കുകയാണെങ്കിലും ആ ടയർ വാങ്ങിയിട്ടു. ഇവിടെയൊക്കെ ഓടിച്ച് ടെസ്റ്റ് ചെയ്തു, പ്രശ്നം തോന്നിയില്ല. അതിനുശേഷം ഒരു ലോങ് ട്രിപ്പ് പോയി, പലതരത്തിലുള്ള ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെയും കടന്നുപോയി. പക്ഷെ നോട്ടീസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രശ്നമൊന്നും കണ്ടില്ല. സംഗതി പൂർണ്ണമായിട്ടും സക്സസ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ടയർ തേഞ്ഞു തീരുമ്പോൾ പ്രശ്നമാവില്ലേ എന്നൊരു ചോദ്യം നിങ്ങളിലുണ്ടാവാം. 2 ടയറും ഒന്നിച്ച് തേഞ്ഞു തീരുന്നത് കൊണ്ട് പ്രോബ്ലം വരില്ല. രണ്ടിന്റെയും സർക്കംഫറൻസ് ഏതാണ്ട് ഒരുപോലെ കുറയുമ്പോൾ ABS സിസ്റ്റത്തിന്റെ പ്രശ്നം വരില്ല. അത് ABS തിരിച്ചറിയില്ല. ഫ്രണ്ട് ടയറും തേഞ്ഞു തീരുമ്പോൾ 1.5% കുറവ് തന്നെയാണ് ചുറ്റളവിൽ ഉണ്ടാവുക. പക്ഷേ പിന്നിൽ ഈ ചെറിയ ടയർ തേഞ്ഞും കൂടി കിടക്കെ മുന്നിൽ മാത്രം ഫ്രഷ് ടയർ ഇട്ടാൽ ഡിഫറൻസ് ഓൾറെഡി ഉള്ള 2.8% കൂടെ ത്രെഡ് പോയതിന്റെ 1.5% കൂടി വർദ്ധിച്ച് 4.3% ആവും. അത് വീണ്ടും ABSനെ ഭ്രാന്തനാക്കും. അപ്പോൾ ടയർ സൈസ് മാറ്റുമ്പോൾ ഈ ഒരു 3% താഴെ മാത്രമേ അതിന്റെ ചുറ്റളവിൽ വ്യത്യാസം വരുന്നുള്ളൂ എന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ പിന്നിലെ ടയർ സൈസ് മാറ്റുന്നതിന്റെ കൂടെ ഫ്രണ്ട് ടയർ സൈസും കൂടി മാറ്റേണ്ടി വരും. വലുതിട്ടാലും ചെറുതിട്ടാലും രണ്ടും ഒന്നിച്ച് മാറ്റണം. അതിന് പക്ഷേ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഫ്രണ്ട് ടയർ വലുതിടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ടയറും മഡ്ഗാർഡും തമ്മിൽ നോർമലി വലിയ ക്ലിയറൻസ് ഉണ്ടാവില്ല. ABSനെ മാത്രമല്ല ട്രാക്ഷൻ കൺട്രോളിനെയും ടയർ സൈസ് ചേഞ്ച് ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെ ദോഷകരമായിട്ട് ബാധിക്കും. വീൽ സ്പീഡ് സെൻസ് ചെയ്ത് തന്നെയാണ് അതും പ്രവർത്തിക്കുന്നത്. ABSന്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്യുന്നത്.
ABS വെഹിക്കിൾ സ്പീഡിനെ അപേക്ഷിച്ച് വീൽ സ്പീഡ് കുറയുമ്പോഴാണ് ഇടപെടുന്നതെങ്കിൽ ഇത് വീൽ സ്പീഡ് കൂടുമ്പോഴാണ് ഇടപെടുന്നത്. ഇവിടെ ഞാൻ ചെയ്ത പോലെ ഡയമീറ്റർ ഒത്തിരി കുറഞ്ഞ ടയർ ഇട്ടാൽ അത് സ്റ്റാൻഡേർഡ് ടയറിനേക്കാൾ കൂടുതൽ സ്പീഡിൽ കറങ്ങണം ആ സെയിം സ്പീഡിൽ ഓടാൻ. അപ്പോൾ ഫ്രണ്ട് വീലിനെ അപേക്ഷിച്ച് പിന്നിലെ വീല് കൂടുതൽ സ്പീഡിൽ കറങ്ങുന്നതായിട്ട് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം മനസ്സിലാക്കുമ്പോൾ അത് എഞ്ചിൻ പവർ കുറയ്ക്കും, സ്ലിപ്പിംഗ് കുറയ്ക്കാനായിട്ട്. ഒരാവശ്യമില്ലാതെ ട്രാക്ഷൻ കൺട്രോൾ ഇത്തരത്തിൽ ഇടപെട്ട് വണ്ടിയുടെ പവർ കുറയ്ക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഇനി വലിയ ടയറാണെങ്കിൽ കൂടുതൽ വീൽ സ്പിൻ ഉണ്ടാവുമ്പോഴേ അത് സിസ്റ്റം തിരിച്ചറിയൂ. വീൽ സ്പിൻ മുഴുവൻ നിർത്തുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയുമില്ല. അപ്പോൾ സിസ്റ്റം എഫിഷ്യൻസി വളരെയധികം കുറയും. ഇനി ഒരു റിം സൈസിൽ ഏതൊക്കെ സൈസ് ടയർ ഇടാമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അതും കൂടി ക്ലിയർ ചെയ്യാം. ഇത് ഓൺലൈനിൽ പല സൈറ്റുകളും തരുന്ന ചാർട്ടാണ്. റിമ്മിന്റെ വീതിയാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഇഞ്ചിലാണ്. 310 സ്റ്റാൻഡേർഡ് ഫ്രണ്ട് ടയറായ 110/80 സ്റ്റാൻഡേർഡ് റിം സൈസ് 2.5 ഇഞ്ച് വീതിയുള്ളതാണ് എന്നാണ് ഇതിൽ. ഈ ഗ്രേ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം വലിയ പ്രോബ്ലങ്ങളില്ലാതെ ആ ടയർ ഈ റിമ്മുകളിലും ഇടാം എന്നാണ്. 110/80 റിം സൈസ് തന്നെയാണ് ഞാനിപ്പോൾ മാറ്റിയിട്ട 100/90. ഒറിജിനലായിട്ട് 310 ഫ്രണ്ട് റിം സൈസ് ഇത് തന്നെയാണ്, 2.5 ഇഞ്ച്. പിന്നിലേത് 4 ഇഞ്ച് റിമ്മാണ്. ഇവിടെ 4 ഇല്ല, 3.5 കഴിഞ്ഞാൽ 4.25 ആണ്. 150/70 4.25 ആണ് സ്റ്റാൻഡേർഡ് സൈസ് എന്നാണ് പറയുന്നത്. പക്ഷേ 3.5 ഇഞ്ച് മുതൽ 5.5 ഇഞ്ച് വരെയുള്ള റിമ്മുകളിൽ ഇതിടാം എന്നാണ്. ഇടയ്ക്കിട്ടിരുന്ന 150/60 ഇപ്പോൾ മാറ്റിയിട്ട 140/70 സ്റ്റാൻഡേർഡ് സൈസും റേഞ്ചും ഇത് തന്നെയാണ്. അപ്പോൾ ടയർ മാറ്റം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ചാർട്ടിനെ ആശ്രയിക്കാം. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങളുടെ വണ്ടിയിലെ റിം സൈസുകൾ ഓണേഴ്സ് മാനുവലിൽ കാണും, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ കഴിയുന്നതും ഒറിജിനൽ ടയർ സൈസ് തന്നെ ഉപയോഗിക്കുക എന്നതാണ് നല്ലത്. പിന്നെ മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ 3% താഴെ മാത്രം ഡിഫറൻസ് വരുന്ന ടയർ മാറ്റിയിടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.